ഹലോ എവ്രി വൺ, ആനമയിലൊട്ടകം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഈന്ത് എങ്ങനെ പൊടിക്കാമെന്നുള്ളതാണല്ലേ. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പൊടി ഉപയോഗിച്ചിട്ട് ഞങ്ങളൊരു പലഹാരം ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിലും ഏകദേശം എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. അത് കാരണമാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ പൊടിച്ച് വെച്ചേക്കുന്ന ഈന്ത് എടുക്കുക, അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ആഡ് ചെയ്യുക. അതിനുശേഷം വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. അതായത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ തന്നെ നല്ലോണം കുഴച്ചെടുക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഈന്ത് കൊണ്ടുള്ളൊരു വിഭവം ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്ര അളവെടുക്കണം എന്നോ അല്ലെങ്കിൽ വെള്ളം എത്രത്തോളം ആഡ് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല. മാത്രമല്ല ഞാനൊരു ഫുഡ് ബ്ലോഗറും അല്ല, ഒരു കുക്കിംഗ് അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളും അല്ല. പക്ഷേ ഈന്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അത് കാരണം നോർമലി ഉള്ള കുക്കിംഗ് വീഡിയോകളെ പോലെ നിങ്ങളിത് കമ്പയർ ചെയ്യരുത്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ആ ഒരു ഗോതമ്പ് പൊടി കുഴയുന്നത് പോലുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടുന്നത് വരെ വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം നന്നായി കുഴഞ്ഞിട്ട് നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ചിട്ട് അവസാനം ചപ്പാത്തി മാവ് പരത്തുന്നതിന് മുമ്പ് ഉണ്ടയാക്കി വെക്കില്ലേ, ആ ഒരു ഫോമിലേക്ക് അതിനെ മാറ്റി. എന്നിട്ട് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ടായിരുന്നു, ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാനാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അങ്ങനെ ചെറിയ ഉണ്ടകളാക്കിയിട്ട് അതിനുശേഷം അത് പരത്തി ചെറിയൊരു വട്ടത്തിലുള്ളൊരു ചെറിയൊരു പീസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, കുറച്ചുകൂടെ കുഴയാനുണ്ട്, കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യണം. അതിനുശേഷം പിന്നെയും വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ അതുപോലെ കുഴച്ച് ഉണ്ടയാക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യുകയാണ്. പറഞ്ഞ പോലെ ഗോതമ്പ് കുഴയ്ക്കുന്ന പോലെ വലിയ 2 ഉണ്ടയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് അതിന് ശേഷം അത് ഉരുട്ടിയിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് പരന്ന് വട്ടത്തിൽ ചെറിയൊരു പോർഷനായിട്ട് വരും. ആ ഒരു ഷേപ്പിലേക്കാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. കണ്ടോ, നമുക്ക് പരത്തുമ്പോൾ കറക്റ്റ് ആ ഒരു ഇതിൽ വീതി കുറഞ്ഞ് അങ്ങനെ കിട്ടും. ഇതിങ്ങനെ ചെറിയ ഉണ്ടകൾ പോലെ ആക്കിയിട്ട് വേവിച്ചാലും മതി. പക്ഷെ ഞങ്ങൾ ആ ഉണ്ട ആക്കിയതിന് ശേഷം ഒന്ന് പരത്തും കൂടി ചെയ്തു കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തു. ചെറുതായിട്ട് കയ്യിൽ വെച്ച് തന്നെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ആ ഒരു ഷേപ്പിലേക്ക് മാറിക്കിട്ടും. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു നോർമലായിട്ടുള്ളൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടണം. ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പരത്തി ഓരോരോ പോർഷൻസായിട്ട് അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇത് ഏകദേശം അരമണിക്കൂറോളം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ ഇഡ്ഡലി പാത്രത്തിൽ. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്കാണ് കേട്ടോ അത്. അതിൻ്റെ ഒരു കളറേ മാറി, സ്മെല്ല് മാറി, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു, നമുക്ക് ചില ഭക്ഷണത്തിൻ്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ ഉടനടി, ഒരു കൊതി തോന്നൂലേ, അതുപോലത്തെ ഒരു സ്മെല്ലായിരുന്നു. ഇനി ഇത് നമുക്ക് ജസ്റ്റ് വറുത്തിടാം. വറുത്തിട്ടില്ലെങ്കിലും വിഷയമില്ല കേട്ടോ. കടുക് ജസ്റ്റ് വറുത്തിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്കാണിത്. കഴിച്ചു നോക്കി, സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ നമ്മളെ കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിപ്പിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈന്ത് ഈന്തൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ആളുകളൊക്കെ ഈ ഒരു റെസിപ്പി എന്ന് ഞാൻ പറയുന്നില്ല, ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റുമാണ്. നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ നൽകുന്ന ഒരു ആഹാരമാണ് ഈന്ത്. ഒത്തിരി അധികം പോഷകാംശവും ഔഷധ ഗുണങ്ങളും അടങ്ങിയവയാണ് ഈന്ത് വിഭവങ്ങൾ. ഇതുപോലെ തന്നെ പുട്ട്, പത്തിരി, ചപ്പാത്തി, ദോശ എന്നീ വിഭവങ്ങളെല്ലാം ഈന്ത് പൊടി കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്